ഹലോ സുഹൃത്തുക്കളെ, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഗവൺമെന്റ് ഡോക്ടറുടെ സ്വകാര്യ പ്രാക്ടീസും വിജിലൻസ് റെയ്ഡും. വാർത്തകൾ കാണുമ്പോൾ പലർക്കും തോന്നാവുന്ന ചില സംശയങ്ങളുണ്ട്. സർക്കാർ ഡോക്ടർമാർക്ക് സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യാൻ നിയമപരമായ അനുവാദമുണ്ടോ? എന്താണ് ഈ നോൺ പ്രാക്ടീസിംഗ് അലവൻസ്? നമുക്കറിയാം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലും ജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഡോക്ടർമാർക്ക് നല്ലൊരു തുക ശമ്പളമായി നൽകുന്നത്. ഇതിനൊപ്പം തന്നെ അവർക്ക് മറ്റു ആശുപത്രികളിൽ പോയി പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നോൺ പ്രാക്ടീസിംഗ് അലവൻസ് എന്ന പേരിൽ പ്രത്യേക തുകയും സർക്കാർ നൽകുന്നുണ്ട്. മുഴുവൻ സമയവും സർക്കാർ ആശുപത്രികളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും ഗവേഷണങ്ങൾ നടത്താനും വേണ്ടിയാണ് ഇത് നൽകുന്നത്. ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് സ്വന്തം വിശ്രമം ഉറപ്പാക്കാനും അതുവഴി അടുത്ത ദിവസം കൂടുതൽ ഊർജ്ജത്തോടെ രോഗികളെ ചികിത്സിക്കാൻ സാധിക്കാനും വേണ്ടിയാണ് പ്രൈവറ്റ് പ്രാക്ടീസിംഗ് നിരോധിച്ചുകൊണ്ട് ഈ അലവൻസ് നൽകുന്നത്. ഈ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിക്കൊണ്ട് ചില വ്യക്തികൾ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമാണ് അത് നിയമലംഘനമാവുന്നത്. ഈ തുക ശമ്പളത്തിനോടൊപ്പം വാങ്ങിയ ശേഷം ഡ്യൂട്ടി സമയത്തോ അല്ലാതെയോ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി വൻ തുകയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് സർക്കാരിനെയും ജനങ്ങളെയും ഒരേപോലെ വഞ്ചിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സംഭവങ്ങൾ വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ ഡോക്ടർമാരെയോ ജീവനക്കാരെയോ അടിച്ചാക്ഷേപിക്കരുത്. കാരണം ഭൂരിഭാഗം ഡോക്ടർമാരും സ്റ്റാഫുകളും തങ്ങളുടെ സ്ഥാപനത്തിൽ ആത്മാർത്ഥതയോടെയാണ് നിയമങ്ങൾ പാലിച്ചാണ് ജോലി ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം വീഴ്ചകൾ ഒരിക്കലും അവിടുത്തെ മറ്റു ജീവനക്കാരുടെ പ്രയത്നത്തെ കുറച്ചു കാണിക്കാൻ ഇടയാക്കരുത്. തെറ്റുകൾ തിരുത്തപ്പെടണം, സിസ്റ്റം കൂടുതൽ സുതാര്യമാകണം എന്നതിൽ തർക്കമില്ല.